യേശു വ്യക്തമായി ഈ വർഷം എന്നോട് പറഞ്ഞത്. നിങ്ങൾ ഈ സമയത്ത് ശ്രദ്ധിക്കണം. ഇതൊക്കെയാണ് ഇനി സംഭവിക്കാൻ പോകുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ഈ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾ നോക്കി, ഇനി സാത്താൻ സേവയിൽ പോയി, ആഭിചാരത്തിന് പോയി, മന്ത്രവാദത്തിന് പോയി യേശു വ്യക്തമായി ഈ വർഷം എന്നോട് പറഞ്ഞത്. മന്ത്രവാദത്തിന് പോയിട്ട് ശക്തി സംഭരിച്ച് അവരുടെ കയ്യിൽ എന്തെങ്കിലും ഒരു കാര്യം കാണും, അത് വെച്ചുകൊണ്ട് കറക്റ്റ് നിങ്ങളുടെ പേര് പറയും, കറക്റ്റ് നിങ്ങളുടെ ജീവചരിത്രം പറയും, ഒക്കെ പറഞ്ഞ് നിങ്ങളുടെ കയ്യിൽ പൈസ കളക്ട് ചെയ്യുന്ന വൺ ശക്തികൾ ഇനി ഇറങ്ങാൻ പോയി. നിങ്ങളെന്ത് നോക്കുമ്പോൾ ഇതുപോലെ അഭിഷേകമുള്ള ഒരാളില്ല, മൊത്തം പണമായിരിക്കും. അടുത്ത ക്ഷണം പറയും പണം തരാൻ മതി, അടുത്ത ക്ഷണം പറയും എൻ്റെ അക്കൗണ്ട് നമ്പർ ഇതാണ്, നിങ്ങൾ ഇതിൻ്റെ ദൈവരാജ്യം വളർത്തണം ഇതെന്ന് പറയും. ഈ ലോകത്തിന്റെ സന്താനങ്ങൾ നിങ്ങളെക്കാൾ ബുദ്ധിമാന്മാരാണ്. ഏത് വഴി കൂടെ വരണമെന്ന് അവർക്കറിയാം. ഇതാണ് നിങ്ങൾ ഈ സമയത്ത് ശ്രദ്ധിക്കേണ്ടത്. ഹല്ലേലൂയ. അൺക്ലീൻ സ്പിരിറ്റിനെ അഴിക്കാൻ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇതാണ്. യേശു ആരാണെന്ന് അറിയുക എന്നതാണ് ആദ്യം ചെയ്യേണ്ടത്. ആദ്യം നിങ്ങൾ, അല്ലാതെ ഇത് അഴിയത്തില്ല. പൗലോസിനെ ഞങ്ങൾക്കറിയാം, യേശുവിനെ ഞങ്ങൾക്കറിയാം, നീ ആരാടാന്ന് ചോദിച്ചാൽ പിശാചിനെ നിങ്ങൾ ഓർമ്മ വേണം. പറഞ്ഞു മനസ്സിലായോ? കാരണം ആ അഴിക്കാൻ പോയവർക്ക് യേശുവിനെ അറിയത്തില്ല. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത് യേശു ആരാണെന്ന് നിങ്ങൾ പഠിക്കണം. ആ പഠിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ജാതീയ ആൾക്കാർ, അതായത് വിജാതിയർ വിശുദ്ധ സഭയെ നോക്കി, ഈ നിങ്ങളുടെ യേശു പ്രവാചകനാണ് എന്ന് പറഞ്ഞാൽ ആ വിജാതിയന്റെ വാക്കുകൾ വിശ്വസിക്കരുത്. വിശുദ്ധ സഭയ്ക്ക് ഒരു ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വിജാതിയർക്ക് എങ്ങനെ വേണമെങ്കിലും പറയാം, യേശു പ്രവാചകനാണോ, യേശു ദൈവമാണോ, യേശു ആരാണോ എന്നുള്ളത് വിശുദ്ധ സഭയ്ക്ക് മാത്രമേ അറിയത്തുള്ളൂ. വിശുദ്ധ സഭയ്ക്ക് പുറത്തുള്ള ഒരു ജാതിയന് അതറിയത്തില്ല. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ ജാതിയൻ വന്ന് യേശുവിനെ ദൈവമല്ലെന്നോ, അവൻ കേവലം ഒരു മനുഷ്യനാണെന്നോ, കേവലം ഒരു പ്രവാചകനാണെന്നോ ഒരു ജാതിയൻ വന്ന് പറഞ്ഞാൽ, വിശുദ്ധ സഭയിലെ മെമ്പറായ നിങ്ങൾ, ദൈവത്തിൻ്റെ പരിശുദ്ധരായിരിക്കുന്ന നിങ്ങൾ ഏത് രീതിയിലാണ് അത് കേട്ടിട്ട് തീരുമാനമെടുക്കുന്നത്, അതൊക്കെ അനുസരിച്ചിട്ടാണ് പിശാച് നിങ്ങളെ പേടിക്കത്തുള്ളൂ. നിങ്ങൾ താളത്തിനൊത്ത് തുള്ളുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങളുടെ അകത്ത് തന്നെ യേശു ആരാണെന്നുള്ള ബോധം നിങ്ങളുടെ അകത്ത് വിത്ത് എവിഡൻസിൽ ഉണ്ടായാലേ ബന്ധനം അഴിക്കാൻ നിങ്ങൾക്ക് പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് പിതാവും പുത്രനും, പിതാവ് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി, പുത്രൻ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തി, ഇവരെങ്ങനെ ഒന്നാകും? ഇതിനെക്കുറിച്ച് നിങ്ങൾ പഠിക്കണം. സംശയമില്ലാത്ത രീതിയിൽ മനസ്സിൽ, സാധാരണ മറ്റൊരാളെ പഠിപ്പിക്കാൻ പറ്റുന്ന രീതിയല്ല, വിശ്വാസത്തിൽ നിന്നാണ് ഈ രീതി നമുക്ക് ഉണ്ടാകുന്നത്. ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെ ആ രഹസ്യം അറിയാം. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, യേശു യഥാർത്ഥത്തിൽ ആരാണ്. നിങ്ങൾ യൂറോപ്യൻ സായിപ്പുമാർ കണ്ടുപിടിച്ച താടിയും മുടിയുള്ള ആ വിഗ്രഹത്തെ നിങ്ങൾ മറന്നാലേ യഥാർത്ഥ യേശുവിനെ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റത്തുള്ളൂ. ആ വിഗ്രഹത്തെ കാണും തോറും നിങ്ങൾ ഒരു മനുഷ്യനാണ്, അതൊരു സെപ്പറേറ്റ് ആണ്, ഇത് മറിയത്തിൻ്റെ മകനല്ലേ എന്ന കോൺസെപ്റ്റിൽ യേശുവിൻ്റെ ശക്തിയേറിയ ആ ദൈവത്വത്തെ നിങ്ങൾ അറിയാതെ നിഷേധിക്കും. എന്നാൽ നിങ്ങൾ ആ താടിയും മുടിയുള്ള വിഗ്രഹത്തെ അങ്ങോട്ട് മാറ്റിവെച്ചിട്ട് പൗലോസ് പറഞ്ഞതുപോലെ യേശു ആത്മാവായ ദൈവമാണെന്ന് പൗലോസ് പറഞ്ഞിട്ടുണ്ട് വചനത്തിൽ. അപ്പോൾ ഒരു ആത്മാവായി യേശുവിനെ കണ്ടാൽ ഈ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവായി യേശുവിനെ കണ്ടാൽ ഈ പ്രശ്നം തീരാവുന്നതേ ഉള്ളൂ. അപ്പോൾ അവിടെ നിങ്ങൾ ഒരു ഉത്തരം കണ്ടെത്തിയാൽ, ആരാണോ കണ്ടെത്തുന്നത് ആ കണ്ടെത്തുന്ന ആൾ വലതുകരം ഉയർത്തിയോ അല്ലെങ്കിൽ മനം ഉയർത്തിയോ നിങ്ങളിങ്ങനെ പറയുവാണ്, യേശുവിൻ്റെ നാമത്തിൽ, ഏതാ ഞാൻ കണ്ടെത്തിയ എനിക്ക് ദൈവം കൃപയാൽ വെളിപ്പെടുത്തി തന്ന, താടിമുടിയുള്ള ആളല്ല, കൃപയാൽ വെളിപ്പെടുത്തി തന്ന ആ വചനമായ ആ ആത്മാവായ ആ ദൈവത്തെ മനസ്സിൽ കണ്ടിട്ട് നാമത്തിൽ സാത്താനെ നിന്നെ ശാസിക്കുന്നു, അശുദ്ധാത്മാവെ നിന്നെ ശാസിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ മേൽ തീയിറങ്ങും, അവൻ്റെ മേൽ തീയിറങ്ങും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ടാമത്,
സാത്താനും കൂട്ടരും, സാത്താനും അവൻ്റെ ദൂതന്മാരും നിങ്ങളെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ പല അടവുകൾ കാണിക്കും. സാത്താനും അവൻ്റെ ദൂതന്മാരും നിങ്ങളെ ഭയപ്പെടുത്തുന്ന വിധത്തിൽ പല അടവുകൾ കാണിക്കും. നിങ്ങളുടെ ധൈര്യത്തെ ചോർത്ത് കളയും. നിങ്ങളുടെ വിശ്വാസത്തെ ഡാമേജ് ആക്കാൻ നോക്കും. അതിന് വിജാതീയനെ ഉപയോഗിക്കും. അങ്ങനെ പല സംശയങ്ങൾ നിങ്ങളുടെ അകത്ത് ഇട്ട് തരും. എന്തിനാണെന്നറിയോ? നിങ്ങളെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് വർക്ക് ചെയ്യരുത്. ആ കൃപ നിങ്ങളിൽ വർക്ക് ചെയ്യരുത്. എന്നാൽ ഇന്ന് രാത്രിയിൽ ഈ ക്ലാസ് കേൾക്കുമ്പോൾ ദൈവം ഇതിലെ നീ മനസ്സിലാക്കിക്കൊള്ളുക, സാത്താനെയും കൂട്ടരെയും ഭയപ്പെടാത്ത വിധത്തിലുള്ള ഒരു ശക്തി നിന്റെ അകത്ത് ഉണ്ടെങ്കിൽ നിനക്ക് ഡെലിവറൻസ് ശുശ്രൂഷ നിനക്ക് വീട്ടിൽ ചെയ്യാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന. കർത്താവിന്റെ മാർഗത്തിൽ നടക്കുന്ന ഏവരെ വളർത്ത് ഇരിക്കുകയല്ല. കർത്താവിന്റെ മാർഗത്തിൽ നടക്കുന്ന ഏവരെ ദൈവം ആത്മാവിൽ വളർത്ത് ഒരു ശക്തമായി കർത്താവ് ഉപയോഗിക്കും എന്ന് പറയുന്നുണ്ട്. അല്ലാതെ കർത്താവിന്റെ മാർഗം വിട്ട് നടക്കുന്നവർ കൂട്ടായ്മയിൽ പോലും കാണാൻ പറ്റാത്ത വിധത്തിൽ അവർ പിന്തിരിഞ്ഞു പോകും. അപ്പോൾ വളരെ ശ്രദ്ധിക്കുക, ഏഷ്യക്കാർ അപവാദം പറഞ്ഞു നടക്കുന്നവർ ഇവരെയൊക്കെ ഈ കൂട്ടായ്മയിൽ അവർ തന്നെ പിന്തിരിയാനുള്ള അവസരം ദൈവം. രണ്ടാമത് കർത്താവ് യേശു കൃഷ്ണന്റെ ഫാമിലിയോട് പറയുന്നത്, കർത്താവിന്റെ ഭക്തർ ആയിട്ട് നടക്കുന്ന വളരെ കഷ്ടപ്പാട് സഹിച്ചിട്ടാണ് കർത്താവിനോട് നടക്കുന്നവർക്ക് വിശുദ്ധം നൽകുന്നു. ഇപ്പോൾ ഇവിടെ കുറച്ച് പേർക്ക് കർത്താവ് വിശുദ്ധം നൽകുന്നു. കഴിഞ്ഞ വർഷം പറഞ്ഞത് നമുക്കറിയാം, അതുപോലെ സംഭവിച്ചിട്ടുണ്ട്. വിശുദ്ധം നൽകുന്നു, വലിയ ജ്ഞാനമാണ് നൽകുന്നത്. ഒരുപാട് അറിവുകൾ നൽകുന്ന വരങ്ങൾ ആണ്, ഒരുപാട് അറിവുകൾ അവർക്ക് നൽകുന്നത് ഈ കർത്താവിലൂടെ നടക്കുന്നവർക്ക്. പിന്നെ പലരും പ്രസംഗിച്ചിട്ടില്ലാത്തത് പോലും വെളിപ്പെടുത്തുന്ന വർഷമായിരിക്കും. എന്ന് പറഞ്ഞാൽ അപ്പോസ്തലന്മാരിൽ നിന്ന് വ്യത്യസ്തമായ വെളിപാടല്ല, അവർ മനസ്സിൽ എന്താണോ ഉദ്ദേശിച്ചത് അത് നിങ്ങൾക്ക് വെളിപ്പെടും. പുറകിൽ നിന്ന ആൾക്കാർ ഇതുവരെയായിട്ട് ഒരു ശുശ്രൂഷ ഒന്നും ചെയ്യാതെ എന്ന് ശുശ്രൂഷ പറമ്പിൽ ആക്റ്റീവായിട്ട് നിന്ന ആൾക്കാരെ മുന്നിലോട്ട് കൊണ്ടുവന്ന് ദൂത് പറയിപ്പിക്കുന്ന വർഷമാണിത്. ദുഷ്ടന്റെ ക്രൂര അമ്പ് ഈ വർഷം ജീസസ് മിഷനെതിരെയും ഒരുപക്ഷെ എനിക്കെതിരെയും ഉണ്ടാകും. ചിലതെല്ലാം നമ്മൾ കേൾക്കേണ്ടതായിട്ട് വരും. പക്ഷേ ദുഷ്ടന് ഗ്രൂപ്പിനെ വിട്ടുകൊടുക്കത്തില്ലെന്ന് കർത്താവ് ഉറപ്പ് തരുന്നു. കർത്താവ് പിന്നിൽ നിന്നുകൊണ്ട് ജീസസ് മിഷനെ നടത്താമെന്ന് വാഗ്ദാനം തരുന്നു. ഇതുവരെ കടന്നു ചെല്ലാത്ത വിദേശ രാജ്യങ്ങളുണ്ട്. നമ്മൾ ഇതുവരെ മനസ്സിൽ നടത്തും. അവിടെ ആത്മാവ് നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് ചില വ്യക്തികളെ അവിടേക്ക് കൊണ്ടുപോയി അവിടെ അവർ നമ്മുടെ ഈ കൈത്താളുണ്ടല്ലോ അത് വെച്ചുകൊണ്ട് ചിലകൾ വെച്ചുകൊണ്ട് അവർ ആരാധിക്കുന്ന അനുസരിച്ച് കർത്താവ് കാണിക്കുന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സാന്നിധ്യം പല രാജ്യത്ത് കർത്താവിനെ ആരാധിക്കാനായിട്ട് നമ്മുടെ ആൾക്കാരെ കൊടുക്കുന്നു. അത് ഇതുവരെ കടന്നു ചെല്ലാത്ത സ്ഥലങ്ങളിലാണ്. നമ്മൾ ഇതുവരെ പേര് പോലും മനസ്സിൽ വന്നിട്ടില്ല. അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ദൈവദാസന്മാരെ ആരാധിക്കാനായിട്ട് അവിടെ അവിടെ ചിലരെ ഒരുമിച്ച് കൊണ്ടും അവർ എന്തിനാണ് അവിടെ നിന്ന് ഒരുമിച്ച് കൊണ്ടുന്നത്? വിഗ്രഹങ്ങളിൽ നിന്ന് മാറി നിൽക്കാൻ അവരെ പഠിപ്പിക്കും, ആത്മാവിൽ ആരാധിക്കാൻ പഠിപ്പിക്കും, സമൂഹത്തിൽ നിന്ന് വേർപെട്ട് ഏകാന്തമായി ഇരുന്ന ദൈവത്തിലൂടെ ആയിരിക്കാൻ അവരെ പഠിപ്പിക്കാൻ ഈ ദൈവദാസന്മാരെ ചുമതലപ്പെടുത്തുകയാണ്. കർത്താവ് നമ്മെ ഏൽപ്പിച്ച അപ്പോസ്തലിക ഉപദേശം പലരും കേട്ട് ശരിയെന്ന് പറയുവാൻ, അതായത് നമ്മൾ പ്രസംഗിക്കുന്ന വിഗ്രഹ ആരാധനയ്ക്കെതിരെ ആത്മാവായ ദൈവത്തെയാണ് ആരാധിക്കേണ്ടത്, യന്ത്ര മോചന ശുശ്രൂഷ ആവശ്യമാണ്, ഇതെല്ലാം നമ്മൾ പ്രസംഗിക്കുന്നത്. ഇനിയുള്ള വർഷങ്ങളിൽ നമ്മുടെ പ്രീച്ചിങ് പലരുടെ അടുക്കിലേക്ക് എത്തുകയും ഇത് ദൈവ നിയോഗത്താൽ ഉള്ളതാണെന്ന് പലരും അംഗീകരിക്കാൻ ദൈവം ഇടയാക്കും. വിഗ്രഹാരാധന വേണം എന്ന് നിർബന്ധം പിടിക്കുന്നവർ പോലും മാറുന്ന വർഷം
വർഷങ്ങളായിരിക്കും. ഈ ഡിസംബർ 25 ഈ ജനുവരി 1 മുതൽ ഇനി മാറുന്ന 2025 ജനുവരി 1 മുതൽ മാറുന്ന വർഷമാണത്. കുറേ പേരെ വചനത്തിലൂടെ മാറ്റി. ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം അല്പം വായിക്കുമ്പോൾ, കുറച്ച് വായിക്കുമ്പോൾ ഒരു 2-3 വാക്യം വായിക്കുമ്പോൾ തന്നെ വലിയ വെളിപ്പെടുത്തലുകൾ കൊണ്ട് വാക്യം വായിക്കാൻ പറ്റത്തില്ല. വെളിപ്പെടുത്തലുകൾ വന്നിങ്ങനെ പറഞ്ഞ് നിൽക്കുന്ന ഒരു അവസ്ഥ 23 പരം ആൾക്കാരുടെ മുകളിൽ ഇറങ്ങാനായിട്ട് എനിക്കൊക്കെ അങ്ങനെയാണ്. ഒരു 2-3 വാക്യം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെളിപ്പെടുത്തലുകൾ വന്നിട്ട് വാക്യം വായിക്കാൻ പറ്റുന്നത്. അതേ വരദാനം തന്നെ ഇറങ്ങുന്നതായിട്ട്, അതിനേക്കാൾ വലിയ വരദാനങ്ങൾ ഇറങ്ങുന്നതായിട്ട് കർത്താവ് 23 പരം ആൾക്കാരെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു കർത്താവ്. ഹല്ലേലൂയ, യേശുവേ ആരാധന, ഹല്ലേലൂയ. ഇത് ഇങ്ങനെയാണ് കർത്താവ് ഈ വർഷം നമുക്ക് തന്നിരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള പ്രത്യേകിച്ച് അധികാര സ്ഥാനത്തിരിക്കുന്നവരെ ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്ന അവസ്ഥ വരെ ഉണ്ടാകാൻ കർത്താവ് അങ്ങനെ ഒരു കൃപാവരത്തിലാണ് ഇനിയുണ്ട് നടത്തുന്നത് എന്ന് കാണിക്കുന്നുണ്ട്. കൃപയുടെയോ മറ്റുള്ളവർക്ക് അറിയില്ല, അത് വരെ ഉണ്ട്. അത് ചിലപ്പോൾ നമ്മുടെ ഞാനായിരിക്കണമെന്നില്ല, മറ്റ് ദൈവദാസന്മാരായിരിക്കാം. അവരിലൂടെ തന്നെ അത് നടക്കുന്നതായിട്ട് കർത്താവ് കാണിക്കുകയാണ്. ഈ മെസ്സേജുകളാണ് ഈ വർഷം ജീസസ് മിഷന് കിട്ടിയിരുന്നത്. ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ഹല്ലേലൂയ, യേശുവേ ആരാധന, യേശുവേ ആരാധന. എല്ലാവരും ചേർന്ന് പാടിയ ഗാനം തന്നെ നമുക്ക് ശക്തമായിട്ട് ദൈവത്തെ കരമടിച്ച് ആരാധിച്ചു